ക്രെറ്റ ഇലക്ട്രിക്കിന് നമ്മൾ സൗണ്ട് ട്യൂൺ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് വെക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് നോക്കുക. ഡൈനാമിക്സ് നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്, ഹാൻഡ്ലിംഗ് മാറിയിട്ടുണ്ട്, സസ്പെൻഷൻ ട്യൂണിങ്ങിലെ മാറ്റം കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും, സ്റ്റിയറിംഗ് റെസ്പോൺസ് കുറച്ചും കൂടി ബെറ്ററാണ്, ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റും, കോഫി ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. നമുക്ക് പുറത്തത്തെ ശബ്ദങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ടയർ നോയ്സ്, തൊട്ടടുത്ത് കൂടി പോകുന്ന ഏത് വണ്ടിയാണെങ്കിലും, ഇപ്പോൾ ബൈക്കൊക്കെ പോകുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ ഫ്രണ്ടിലൊരു ആപ്പയൊക്കെയാണ് നമ്മൾ ക്രോസ് ചെയ്യണമെങ്കിൽ ആ ഒരു ശബ്ദമൊക്കെ കൃത്യമായിട്ട് അകത്ത് കേൾക്കും. ഹ്യുണ്ടായി ക്രെറ്റ EV ഈ ഒരു വാഹനമാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ ക്രെറ്റ എന്നൊരു പേരിൻ്റെ അർത്ഥം തന്നെ നമുക്ക് വേണമെങ്കിൽ ട്രസ്റ്റ് വർത്തിനെസ് എന്ന് പറയാൻ പറ്റും. അത് പ്രൂവ് ചെയ്ത വണ്ടിയാണ് എൻ്റെ റൈറ്റ് സൈഡിലുള്ള ക്രെറ്റ ഐസ് വേർഷൻ. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഈ വാഹനം ഈ ഒരു സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ടോപ്പ് സെല്ലിംഗ് വാഹനമാണ്. ഈവൻ ഇൻ കേസ് ഓഫ് റീസെയിൽ നോക്കിയാലും വൺ ഓഫ് ദ ഹയസ്റ്റ് റീസെയിൽ വാല്യൂ ഉള്ളൊരു വാഹനമാണ് ഐസ് ക്രെറ്റ. അപ്പോൾ ഈ ഒരു പേരിൻ്റെ ട്രസ്റ്റ് വർത്തിനെസ് ഇപ്പോൾ EVയിലേക്ക് വരുമ്പോൾ ഈ ഒരു വാഹനം എങ്ങനെയുണ്ടെന്നാണ് നമ്മൾ ആക്ച്വലി ചെക്ക് ചെയ്യാൻ പോകുന്നത്. സോ മൈ നെയിം ഇസ് സെന്തിലാസ് നായർ, യു ആർ വാച്ചിങ് ഓൾ തിങ്സ് ഓട്ടോ ആൻഡ് ഹിയർസ് എവറിത്തിങ് യു വോണ്ട് ടു നോ അബൌട്ട് ന്യൂ ക്രെറ്റ EV 2025. ക്രെറ്റ EVയുടെ കാര്യം എടുത്ത് നോക്കുകയാണെങ്കിൽ ഏകദേശം ഐസ് ക്രെറ്റയുമായിട്ട് 70 to 80% സിമിലാരിറ്റി നമുക്ക് കാണാൻ സാധിക്കും. അപ്പോൾ എവിടേക്കാണ് സിമിലാരിറ്റി ഉള്ളത്? ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ഷേപ്പിൽ സിമിലാരിറ്റി ഉണ്ട്, യൂസ് ചെയ്ത ബോഡി പാനൽസിൽ സിമിലാരിറ്റി ഉണ്ട്, ഈവൻ ഹെഡ്ലൈറ്റ്സിൽ, ഇനിയിപ്പോൾ ഇൻ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അകത്ത് യൂസ് ചെയ്ത മെറ്റീരിയൽസിൽ, ഈവൻ എൻ്റെ കയ്യിലെ ചാവിയിൽ പോലും സിമിലാരിറ്റി ഉണ്ട്. അപ്പോൾ എന്തൊക്കെയാണ് മാറ്റങ്ങൾ? സോ ലെറ്റ് സ്റ്റാർട്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വാഹനത്തിൻ്റെ ഹെഡ് ലാംപ്സ് സെയിം ആസ് ഐസ് ആണെങ്കിൽ പോലും ഈ ഒരു ഭാഗത്ത് ഒരു ശരിക്കും പറഞ്ഞ ഒരു മെറ്റീരിയൽ വന്നിട്ടുണ്ട്. ഇതിനെ കുറച്ചും കൂടി EV ഫേസ് നൽകാൻ സഹായിക്കും. വേണമെങ്കിൽ നമുക്ക് എവിടെയൊക്കെ ഒരു ക്രെറ്റ എൻലൈൻഡ് ഫീൽ ഉണ്ട് ഈ ഒരു സെഷനിൽ. ഇവിടെ നമുക്ക് 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറ കാണാൻ സാധിക്കും. ഐസ് വേർഷനിൽ അത് കുറച്ചുകൂടി താഴെയാണ്, പ്രത്യേകിച്ച് ആ ഹുണ്ടായി ലോഗോൻ്റെ താഴെ. അപ്പോൾ ഈ ഒരു ഏരിയയിൽ വരുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചുകൂടി ഫ്രണ്ടിൽ ആ ഒരു വിസിബിലിറ്റിയിൽ മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ ഈ ഒരു ഏരിയയിൽ നോക്കുകയാണെങ്കിൽ ഈ വാഹനത്തിനകത്ത് മേജർലി മാറ്റം കാണാൻ സാധിക്കും. അതിൻ്റെ റീസൺ എന്താ വെച്ചാൽ ഇതിനകത്ത് യൂസ് ചെയ്യുന്നത് പിക്സൽ ടെക്നോളജിയാണ്. ഈ ഒരു പിക്സൽ ടെക്നോളജി നമ്മൾ ഇതിനു മുമ്പ് അയോണിക് 5 കണ്ടിട്ടുണ്ട്. പക്ഷേ ക്രെറ്റയിലേക്ക് ആയപ്പോൾ വന്ന മാറ്റം എന്താ വെച്ചാൽ അയോണിക് 5 അത് കുറച്ചും കൂടി പ്രീമിയം ഫീൽ ആയിരുന്നെങ്കിൽ ഇവിടെ ആ ഒരു പ്രീമിയംനെസ് നല്ല രീതിക്ക് കുറവുണ്ടെന്ന് പറയാം. അപ്പോൾ ഈ ഒരു മെറ്റീരിയൽസിൻ്റെ യൂസേജിലാണ് കുറച്ചും കൂടി ഡൾ പ്ലാസ്റ്റിക്കാണ്, പ്രത്യേകിച്ച് ബമ്പേഴ്സിൻ്റെ ഏരിയയിൽ ഈ ഒരു ഭാഗത്തൊക്കെ നമുക്ക് ആ ഒരു ഡൾനെസ് കാണാൻ സാധിക്കും. സോ അത് കുറച്ചും കൂടി ക്വാളിറ്റിയിൽ ആവാമായിരുന്നു. കാരണം നമുക്ക് ഇത് അയോണിക് 5 കണ്ടുകൊണ്ട് നമുക്കറിയാൻ പറ്റും ഒരു പ്രീമിയംനെസ് എത്രത്തോളം ഉണ്ടെന്നുള്ളത്. അപ്പോൾ ഹ്യുണ്ടൈൻ്റെ ലോഗോ, ഈ ലോഗോൻ്റെ അകത്ത് തന്നെയാണ് ഇതിൻ്റെ ചാർജിങ് സെറ്റപ്പ് ഉള്ളത്. അപ്പോൾ ഈ വാഹനം AC DC രണ്ട് രീതിക്ക് ചാർജ് ചെയ്യാൻ പറ്റും. ഇവിടെ നമുക്ക് ഒരു ലൈറ്റ് കാണാൻ സാധിക്കും. ഇതിൻ്റെ ഉദ്ദേശം വേറെ ഒന്നുമില്ല, നമുക്ക് രാത്രി ഈ ഒരു ചാർജർ കുത്താനായിട്ട് ഈ ഒരു ഭാഗം കത്തുമ്പോൾ അതൊരു ഇല്ലുമിനേറ്റഡ് ആണ്. അതുമാത്രമല്ല ഈ ഒരു ഭാഗത്ത് നമുക്ക് എത്ര ചാർജ് ഉണ്ടെന്നും കൂടി കാണാൻ സാധിക്കും. അപ്പോൾ ഈ വാഹനം കംപ്ലീറ്റ്ലി ചാർജ് ഉണ്ട്. സോ ആ ഒരു 4 LEDസും പ്രോപ്പറായിട്ട് കത്തേണ്ടത് അതൊരു ഗ്രീനായി മാറും. ഇനിയിപ്പോൾ ചാർജ് കുറയുമ്പോൾ ചാർജിൻ്റെ അളവ് കുറയും, ചാർജ് ചെയ്യുമ്പോൾ ആ ചാർജിൻ്റെ അളവിനനുസരിച്ച് അതിങ്ങനെ കയറി വരും. അപ്പോൾ ഇതാണ് ഈ ഒരു ഭാഗത്തിൻ്റെ പ്രത്യേകത. ക്ലോസ് ചെയ്യാം. ഇനി ചാർജർ ഫ്രണ്ടിൽ വരുമ്പോഴൊരു ഡിസഡ്വാൻറ്റേജ് പറയാം. അപ്പോൾ ബൈ ചാൻസ് എൻ്റെ കയ്യിൽ നിന്ന് ഈ വാഹനം ഞാൻ എവിടെയും കൊണ്ട് ഇടിക്കുമ്പോൾ ഈ ഒരു ഭാഗം ലോക്കായി പോകുക അല്ലെങ്കിൽ ഇത് ഡാമേജ് ആയി പോയി കഴിഞ്ഞാൽ പിന്നെ അവിടുന്ന് വണ്ടീനെ മൂവ് ചെയ്യാനായിട്ട് ബൈ ചാൻസ് ചാർജ് ഇല്ലാത്ത വാഹനമാണെങ്കിൽ ചാർജ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. സോ എപ്പോഴും ചാർജറിൻ്റെ ആ ഒരു പിൻ സൈഡിലേക്ക് വരുന്നതാണ് എപ്പോഴും നല്ലത്. അപ്പോൾ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ ഫ്രണ്ട് ഫേസ്. ഇനി ബമ്പേഴ്സിൻ്റെ ഇവിടെ നോക്കുകയാണെങ്കിൽ നമുക്ക് AAF കാണാൻ സാധിക്കും. അപ്പോൾ AAF എന്ന് ഉദ്ദേശിക്കുന്നത് ആക്റ്റീവ് എയർ ഫ്ലാപ്സ് ആണ്. അത് നോർമലി ഐസിലില്ല. അപ്പോൾ EV ആണ്. അപ്പോൾ EVന് കൂളിംഗ് വേണ്ട സമയത്ത് ഓട്ടോമാറ്റിക്കലി തുറക്കും, അതിന് ശേഷം ഓട്ടോമാറ്റിക്കലി തന്നെ അത് ഷട്ടാവും. ഇനി ഈ ഒരു ഭാഗത്ത് നമുക്ക് ADASൻ്റെ ആ ഒരു റഡാറും കൂടി കാണാൻ സാധിക്കും. അപ്പോൾ ഇതായിരുന്നു ഈ ഭാഗത്തിൻ്റെ ഫ്രണ്ട് ഫേസ്. ഇനി മാറ്റമില്ലാത്ത സ്ഥലം എന്ന് എവിടെ വെച്ചാൽ ഭാഗത്തിൻ്റെ ലൈറ്റിങ്ങിൽ മാറ്റമില്ല ഞാൻ പറഞ്ഞു, അതുപോലെ തന്നെ ഹെഡ് ലാമ്പ്സിൻ്റെ അകത്തും മാറ്റമില്ല. ഇത് രണ്ടും സെയിം ആസ് ഐസ് വേർഷനാണ്. ഇനി മേജറായിട്ടുള്ള മാറ്റം വന്നിട്ടുള്ളത് ബോണറ്റിൻ്റെ ഈ ഒരു ഷേപ്പിലോ പാറ്റേണിലല്ല, ബോണറ്റിൻ്റെ അകത്താണ്. സോ EV ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് കുറച്ചും കൂടി സ്പേസ് കിട്ടും, പ്രത്യേകിച്ച് ഈ ഒരു ഏരിയയിൽ. അപ്പോൾ എൻജിനൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കിതിനെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഈ ഒരു വാഹനത്തിൻ്റെ ചാർജർ ഇവിടെ വെക്കാം, അല്ലെങ്കിൽ അത്യാവശ്യം ഒരു സാധനം മേടിച്ച് കഴിഞ്ഞാൽ അതൊക്കെ ഇവിടെ വെക്കാം. അപ്പോൾ ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്നത് ചാർജർ വെക്കാനുള്ള സ്പേസ് ആയിട്ടാണ്. വാഹനം EV ആണ്, എന്നിട്ട് പോലും ഇവിടെ ഇൻസുലേഷൻ വന്നിട്ടുണ്ട് ആസ് എൻ ഐസ്. സോ പ്രത്യേകിച്ച് ഇവിടുന്ന് ഒരു ശബ്ദം വരാല്ലാത്തതുകൊണ്ട് ഇതിന് എത്രത്തോളം ഗുണമുണ്ടെന്നുള്ള കാര്യം ഉറപ്പായിട്ട് നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നോക്കും. എന്നിട്ട് ഇത് ക്ലോസ് ചെയ്യാം. സോ ഫ്രണ്ടിൽ മേജറായിട്ടുള്ള മാറ്റം വരുന്നത് ഈ ഒരു സെക്ഷനിൽ മാത്രമേ ഉള്ളൂ. ബാക്കിയുള്ള എലമെൻറ്റ്സ്, അതായത് ലൈറ്റ് എലമെൻറ്റ്സ്, ബോണറ്റ്, ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും ഐസുമായിട്ട് സിമിലറാണ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഐസ് ക്രെറ്റയുടെ സൈഡിലാണോ അല്ലെങ്കിൽ EV ക്രെറ്റയുടെ സൈഡിലാണോ എന്ന് ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യുക. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും അത് മനസ്സിലാക്കാൻ. കാരണം എന്താ വെച്ചാൽ ഇതിപ്പോൾ
ഐസ് ക്രെറ്റയാണ്. പക്ഷേ ഇ വി ക്രെറ്റയും സെയിം ടു സെയിം ആണ്. അപ്പോൾ മാറ്റങ്ങൾ വളരെ കുറവാണ്. കൃത്യമായി നോക്കുകയാണെങ്കിൽ പാനൽസ്, ORVM എല്ലാം സെയിം ടു സെയിം ആണ്. കൃത്യമായി പറയുകയാണെങ്കിൽ ഒരു 3 മാറ്റങ്ങൾ മാത്രമേ ഉള്ളൂ. ഫസ്റ്റ് മാറ്റം ആരോ അലോയ് പാറ്റേൺ ആണ്. ആരോ അലോയ് എന്ന് പറയുന്നത് വേറെ ഒന്നുമില്ല, അതായത് ഡ്രാഗ് കുറയ്ക്കാൻ സഹായിക്കുന്ന അലോയ്സ് ആണ്. അപ്പോൾ അതിൻ്റെ പാറ്റേൺ ഇങ്ങനെയാണ്. ഇതേ ഒരു പാറ്റേൺ ആണ് മിക്ക EVസിൽ നമ്മൾ കാണാൻ സാധിക്കുക. പക്ഷേ ഇതിനകത്ത് വരുന്ന ടയർസിൽ മാറ്റമുണ്ട്. ഇതിനകത്ത് ഇപ്പോൾ LRR ടയറാണ്, ലോ റോളിംഗ് റെസിസ്റ്റൻസ് ഉള്ള ടയർ. അപ്പോൾ അതിൻ്റെ പാറ്റേണൈസേഷൻ എല്ലാത്തിലും മാറ്റമുണ്ട്. സൈസ് സെയിം ആണ്, സെയിം ആസ് ഒരു ഐസ് ക്രെറ്റ. അപ്പോൾ ഈ ഒരു പാറ്റേണൈസേഷനിൽ മാത്രമേ ഉള്ളൂ ഒരു മാറ്റം. രണ്ടാമത്തെ മാറ്റം വരുന്നത് അങ്ങനെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റില്ല, പക്ഷേ ഇതിൻ്റെ ഹാൻഡിൽസിൽ മാറ്റമുണ്ട്. ഇത് ഈ വാഹനത്തിൻ്റെ സെയിം കളറാണെങ്കിൽ ഇതിൻ്റെ അകത്ത് ക്രോമിൻ്റെ ഒരു ആഡ് ഓൺ ഫിനിഷ് വന്നിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ ആ ഒരു മാറ്റം വരുന്നത് ഈ ഒരു വടി വേണം അത് തെളിയിക്കാനായിട്ട്. ബേസിക്കലി കാണുമ്പോൾ നമുക്ക് ഈ വാഹനത്തിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് സെയിം ആയി തോന്നിയെങ്കിൽ പോലും ഇതിൻ്റെ അകത്ത് ബാറ്ററി വരുന്നുണ്ട്, കുറച്ചും കൂടി കുറവായിരിക്കും. അതിൽ അടി തട്ടാനുള്ള ചാൻസസ് കൂടുതലാണ്. അപ്പോൾ അത് EV ആണ്. ബേസിക്കലി ഗ്രൗണ്ട് ക്ലിയറൻസ് കുഴപ്പമില്ല. കണ്ടോ, ഈ ഒരു വടി കൃത്യമായി അകത്ത് പോകും. അതിനുശേഷം ഇവിടെ ആ ഒരു ബാറ്ററി പാക്ക് വരുന്ന കാരണം ഇത് അങ്ങോട്ട് പോവില്ല. പക്ഷേ ഇതേ സെയിം വടി ഇപ്പോൾ നമ്മൾ നോർമൽ ഒരു ഐസ് ക്രെറ്റയുടെ അകത്തേക്ക് സുഖമായി കയറിപ്പോവും. ഇതാണ് വ്യത്യാസം. അധികമൊന്നുമില്ല, ഒരു 2 ഇഞ്ചിൻ്റെ വ്യത്യാസം. സോ EV ഓടിക്കുമ്പോൾ കാണാൻ ക്രെറ്റയാണെന്നൊക്കെ വിചാരിച്ച് ഹമ്പിലൊക്കെ ചാടിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചാൽ കൊള്ളാം. ഇലക്ട്രിക് ക്രെറ്റയുടെ റിയർ എൻഡിൽ നോക്കുകയാണെങ്കിൽ കൃത്യമായിട്ട് 4 മാറ്റങ്ങളുള്ളൂ. ഇതിനെ കൂട്ടണ്ട, കാരണം വണ്ടി പുതിയതായി വാങ്ങുമ്പോൾ എന്തായാലും ഇപ്പോൾ നമ്പർ പ്ലേറ്റ് ഉണ്ടാവില്ല. സോ ഫസ്റ്റ് മാറ്റം ഇവിടെ ഇലക്ട്രിക് എന്നൊരു ബാജിങ് വന്നിട്ടുണ്ട്. അവിടെ അത് 1.5 ടെർബോ അങ്ങനെ ആയിരിക്കും. അതിനുശേഷം ഈ ഒരു ബമ്പറിലെ മാറ്റം കാണാൻ സാധിക്കും. ഇവിടെയൊക്കെ പിക്സൽസ് വന്നിട്ടുണ്ട്. ക്വാളിറ്റിയിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ലെങ്കിൽ പോലും ഇവിടെ 3 റിവേഴ്സ് ലാമ്പ് ശരിക്കും അഡാപ്റ്റ് ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി ഇവിടെയും ആ ഒരു റിവേഴ്സ് ലാമ്പ് വന്നിട്ടുണ്ട്. നോർമലി ഒരു ഐസ് വേർഷൻ്റെ അകത്ത് അത് ഇവിടെയായിട്ടാണ് വരുന്നത്. ഇനി വരുന്ന മാറ്റം റിഫ്ലക്ടറിലെ മാറ്റമാണ്. അപ്പോൾ നോർമലി ഇതിൻ്റെ റിഫ്ലക്ടർ ഇവിടെയാണെങ്കിൽ എൻ്റെ റിഫ്ലക്ടറിലെ പൊസിഷനിൽ മാറ്റമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വാഹനത്തിനകത്ത് വന്ന മേജറായിട്ടുള്ള 4 ചേഞ്ചസ്. ഇനി നമുക്ക് നോക്കാം ഈ വാഹനത്തിനകത്ത് ബൂട്ടിൽ വല്ല ചേഞ്ച് ഉണ്ടോയെന്ന്. ആക്ച്വലി ഇത് ഇലക്ട്രിക് ആയ സ്ഥിതിക്ക് ഇതും കൂടി ഇലക്ട്രിക് ആവാമായിരുന്നു, പക്ഷേ ഇത് മാനുവലാണ്. അപ്പോൾ ബൂട്ട് ചെക്ക് ചെയ്യുമ്പോൾ ഒറ്റ നോട്ടത്തിൽ നമുക്ക് എവിടെയും ഒരു മാറ്റം ഫീൽ ചെയ്യുന്നില്ല. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്കൊരു ഹോം ചാർജർ അവൈലബിൾ ആണ്, 11.3 kWh. സോ ഇതുണ്ടെങ്കിൽ നമുക്ക് ഈ വാഹനത്തിനെ പെട്ടെന്ന് ചാർജ് ചെയ്യാം. അതായത് ഈ സാധനം എന്തായാലും ഞാൻ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയും. ഈ വാഹനത്തിന് നമുക്ക് ഏകദേശം 4.5 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് വീട്ടിൽ ചാർജ് ചെയ്യാൻ സാധിക്കും. സോ ഇത് ക്ലോസ് ചെയ്യാം. ഇനി അകത്ത് എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്നുള്ളത് നോക്കാം. ക്രെറ്റ റെഗുലർ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് 80% മെറ്റീരിയൽസ് അല്ലെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ സെയിം ടു സെയിം ആണ്. 20% മാത്രമേ മാറ്റങ്ങളുള്ളൂ. സോ ആ ഒരു 20% എന്താണെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ വാഹനത്തിൻ്റെ ആ ഒരു സ്റ്റിയറിംഗ് വീലിന് സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റിയറിംഗ് വീലിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചാൽ ഏകദേശം നമുക്ക് ഒരു വട്ടം പോലെ ഫീലിംഗ് പോലും ഈ ഒരു സൈഡിലൊക്കെ ചെറിയ മാറ്റങ്ങളുണ്ട്. ആക്ച്വലി ഒരു ഐസ് വേർഷൻ്റെ സ്റ്റിയറിങ്ങിനെക്കാട്ടിലും ഇത് കുറച്ചും കൂടി പിടിക്കാനും അതുപോലെ കാണാനും എനിക്ക് കുറച്ചുകൂടി മനോഹരമായിട്ടുണ്ടെന്ന് പറയാം. ഇനി മേജറായിട്ടുള്ള വന്ന മാറ്റം ഈ ഒരു വാഹനത്തിൻ്റെ അകത്ത് നമ്മളിപ്പോൾ റീസെൻ്റ്ലി ഓടിച്ച് കിയ വാഹനത്തിൻ്റെ അകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് ഈ വാഹനത്തിൻ്റെ വോള്യൂം ബട്ടൺസ് നോർമലി ഹ്യുണ്ടായി കിയയിൽ ഇവിടെയാണ്, ഇവിടുന്ന് അങ്ങോട്ട് പോയെന്നുള്ളത്. അതേപോലെ തന്നെ സംഭവിച്ചു. EV ആയപ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ അഡാസ് സ്വിച്ചസൊക്കെ ലെഫ്റ്റിലേക്കും അതുപോലെ തന്നെ ഈ വാഹനത്തിൻ്റെ വോള്യൂം കൺട്രോളും അതുപോലെ ട്രാക്കൊക്കെ മാറ്റുന്ന സംഭവങ്ങളൊക്കെ റൈറ്റിലേക്ക് വന്നിട്ടുണ്ട്. സോ ഈ ഒരു ചേഞ്ചാണ് എനിക്ക് പെട്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഇനി സ്റ്റിയറിംഗിൻ്റെ അവിടെ പാഡൽ ഷിഫ്റ്റേഴ്സ് ഉണ്ട്. നമുക്കറിയാൻ പറ്റും EVയുടെ അകത്ത് പാഡൽ ഷിഫ്റ്റേഴ്സ് വരുന്നത് ഇതിനെ റീജിയൻ കൺട്രോൾ ചെയ്യാനാണ്. സോ ഇതിൻ്റെ അകത്തൊരു രസകരമായിട്ടൊരു ഫീച്ചർ ഉണ്ട്. നമ്മൾ മാക്സിമം പ്ലസിലേക്ക് പോയി കഴിഞ്ഞാൽ ഐ-പെഡൽ എന്നൊരു ഫീച്ചർ ഉണ്ട്. ഐ-പെഡൽ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ Ioniq 5 ഓടിച്ചവർക്ക് അറിയാൻ പറ്റും, അതായത് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ആണ്. അപ്പോൾ സിംഗിൾ പെഡൽ തന്നെയാണല്ലോ, കാരണം ഒരൊറ്റ കാല് മതി. പക്ഷേ അതല്ല, ഈ വാഹനത്തിൻ്റെ ആക്സിലേറ്ററിൽ നിന്ന് കാല് എടുത്ത് മാറ്റാതെ തന്നെ നമുക്ക് ഈ വാഹനത്തിൻ്റെ ബ്രേക്ക് ചെയ്യാൻ സാധിക്കും. സോ ആ ഒരു ഫീച്ചർ ഞാൻ ഡ്രൈവ് ചെയ്യുമ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. അപ്പോൾ ഇതാണ് മേജറായിട്ടുള്ള മാറ്റം. ഇനി ഇവിടെയാണ് ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് സംഭവങ്ങൾ വന്നിട്ടുള്ളത്. ഇവിടെ ആക്ച്വലി ഇവിടെ കൊടുക്കാമായിരുന്നു, കാരണം എന്താ വെച്ചാൽ ഇത് കുറച്ചും കൂടി ക്ലസ്ട്രോഫോബിക് ആണെന്ന് പറയാം. അതായത് ആദ്യത്തെ കേസ് ഇതിൻ്റെ പൊസിഷൻ ഈ ഒരു വാഹനത്തിന് മാച്ച് ചെയ്യുന്നില്ല. രണ്ടാമത്തെ കാര്യം ഇവിടെ നമുക്ക് ലൈറ്റിങ്ങിൻ്റെ സ്റ്റോക്ക് അവൈലബിൾ ആണ്. സോ ലൈറ്റിങ്ങിൻ്റെ സ്റ്റോക്കും ഈ ഒരു സ്റ്റോക്കും അടുത്തടുത്തായതുകൊണ്ട് നമുക്ക് കുറച്ച് യൂസ് ചെയ്യുമ്പോൾ ഓക്കെ ആവും. പക്ഷേ ഇനീഷ്യലി എനിക്കതൊരു സുഖം തോന്നിയില്ല എന്നുള്ള കാര്യം പറയാം. പക്ഷേ ഇവിടെ മാറ്റമുണ്ട്, ഈ സ്റ്റോക്സൊക്കെ മാറ്റമുണ്ട്, റെഗുലർ കട്ട് പോലെയല്ല. അപ്പോൾ ആ ഒരു മാറ്റം കൂടി എടുത്ത് പറയണം തോന്നി. ഞാനിപ്പോൾ ഇതിനെ ഡ്രൈവിലിട്ടാലും ന്യൂട്രലിട്ടാലും ഈവൻ റിവേഴ്സിലിട്ടാലും ഇനിയിപ്പോൾ പാർക്ക് ചെയ്താലും ഭയങ്കര റെസ്പോൺസീവ് ആയിട്ടുള്ള ഡ്രൈവ് സെലക്ടറാണ്. മിക്ക EV വാഹനങ്ങളുടെ അകത്ത് വരുന്ന പ്രശ്നം എന്താ വെച്ചാൽ ഡ്രൈവ് സെലക്ടർ നമ്മൾ വിചാരിക്കുന്ന ടൈം കൊണ്ടൊന്നും അത് ഡ്രൈവിലേക്ക് വീഴില്ല. സോ ആ ഒരു പ്രശ്നങ്ങളൊന്നുമില്ല. അതുതന്നെയാണ് ക്രെറ്റ EVയിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്. അപ്പോൾ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിങ്ങും ബാക്കിയുള്ള കാര്യങ്ങളും. വലിയ മാറ്റങ്ങളൊന്നും ഡാഷ്ബോർഡിലില്ല. ഇനി ഇവിടെ ചെറുതായിട്ടൊരു ബ്ലൂ ടിൻറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത് EV ആണ്, അത് അറിയിക്കാൻ വേണ്ടിയിട്ടാണ്.
EV ആകുമ്പോൾ ഈ ഒരു സെക്ഷനിലൊരു മാറ്റം കാണാൻ സാധിക്കും. അപ്പോൾ ഇത് കുറച്ചും കൂടി പ്രീമിയം ആയിട്ടുണ്ട്. ഫോൺ വയ്ക്കുമ്പോൾ അതിനൊരു പിടുത്തൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഒരു മാറ്റം വന്ന സ്ഥിതിക്ക് ഇതിൻ്റെ ആ ഒരു AC പാനൽ കൂടി ഒന്ന് മാറ്റായിരുന്നു. അപ്പോൾ പുതിയ ക്രെറ്റയുടെ എനിക്ക് മാറണം എന്ന് തോന്നിയ ഏതൊരു കാര്യം ഇതിൻ്റെ AC പാനലാണ്. പക്ഷേ ഇതിനകത്ത് ചെറിയ മാറ്റമുണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ നമുക്ക് ഫിസിക്കൽ ബട്ടൺസിന് പകരം ടച്ച് സെൻസിറ്റീവ് ബട്ടൺസ് ആണ്. അപ്പോൾ അതൊരു ആഡ് ആണ്. പക്ഷേ ഈ ഒരു ക്ലസ്റ്ററും കൂടി മാറിയിരുന്നെങ്കിൽ ഈ വാഹനം ഗംഭീരമായേനെ. ഈ ഒരു ഭാഗം കംപ്ലീറ്റ്ലി മാറിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട്. അത് മാത്രമല്ല ഇവിടെ ഒരു ആംബിയൻ ലൈറ്റിംഗ് കാരണം നമുക്ക് ഒരു ഒരു പ്രീമിയം ഫീലാണ്. ഈ ഒരു സംഭവം നന്നായിട്ടുണ്ട്. ഇതിനകത്ത് 2 കപ്പ് ഹോൾഡേഴ്സ് അവൈലബിൾ ആണ്. അതുപോലെ വെൻറ്റിലേറ്റഡ് സീറ്റ്സിൻ്റെ സംഭവം. ബാക്കിയെല്ലാം നമ്മൾ സ്ഥിരമായി കാണുന്ന ഒരു ഐസ് വാഹനത്തിലെ സാധനം. ഡ്രൈവ് മോഡും പാർക്ക്, ഓട്ടോ ഹോൾഡ്, അതുപോലെ തന്നെ 360 ഡിഗ്രി പാർക്കിംഗ് ക്യാമറയുടേത്. പക്ഷേ ഈ ഒരു ലേ ഔട്ട് നന്നായിട്ടുണ്ട്. ഇവിടെയും ആ ഒരു ബ്ലൂ ടിൻറ്റ് വന്നിട്ടുണ്ട്. സോ ദാറ്റ് ഇതായിട്ടത് മാച്ച് ചെയ്യുന്നുണ്ട്. ഇനി ഇവിടെ ഒരു ചെറിയ കബി ഹോൾഡ്, അതിന് നമുക്ക് തണുപ്പിക്കാൻ സാധിക്കും. ഇനി സീറ്റ്സിനകത്ത് മാറ്റേണ്ടത് വെച്ച് കഴിഞ്ഞാൽ സീറ്റ്സ് നോർമലി ഈ ഒരു സീറ്റ്സ് ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആയിരുന്നു ഇതിന് മുമ്പും. പക്ഷേ ഇപ്പോൾ ഡ്രൈവറിനും നമുക്ക് ഇലക്ട്രിക്കലി ഫംഗ്ഷൻസ് വരുന്നത്. അതിന് കൂടെ തന്നെ നമുക്കൊരു ബോസ് മോഡും കൂടി അവൈലബിൾ ആണ്. ഇവിടെ നമുക്കൊരു ബ്ലൂ സ്റ്റിച്ച് കാണാൻ സാധിക്കും. ഇവിടെയാണ് ക്രെറ്റ EV ആയി എന്നുള്ളത് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും ഞാൻ പറഞ്ഞു. സെൻറ്ററിലെ H കാണുന്നില്ല എന്നുള്ള ഞാൻ പറഞ്ഞില്ല. ആക്ച്വലി H കാണുന്നുണ്ട്, എനിക്ക് കാണുന്നുണ്ട്. അതിൻ്റെ റീസൺ എന്ന് വെച്ചാൽ ഇതൊരു മോസ് കോഡാണ്, ഇത് H ആണ്. അപ്പോൾ ഇതിനകത്ത് എന്താ വെച്ചാൽ മോസ് കോഡ് എന്ന് പറയുന്നത് തന്നെ ഡാഷും അതുപോലെ ഡോട്ടും ആണ് അതിൻ്റെ ലെറ്റർ തീരുമാനിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് നോക്കുകയാണെങ്കിൽ ഇതാണ് ഇൻ്റർനാഷണൽ മോസ് കോഡ്. ഇതിനകത്ത് ഇപ്പോൾ ഹ്യുണ്ടായി ആണ്. അപ്പോൾ ഹ്യുണ്ടായിൻ്റെ H ... ആണ്. ഈ ഡോട്ട് തന്നെയാണ് നമുക്ക് സ്റ്റിയറിംഗിൽ കാണുന്നത്. അപ്പോൾ സോ ആക്ച്വലി ഇവിടെ H ഉണ്ട്. ഇനി ഒരു മാറ്റം കൂടി കാണിച്ചു തരാം. അതായത് ഈ വാഹനത്തിൻ്റെ സീറ്റ്സ് ആക്ച്വലി മെമ്മറി സീറ്റ്സ് ആണ്. സോ 2 മെമ്മറിയും കൂടി ഇവിടെ കൊടുത്തിട്ടുണ്ട്. സോ ഏതിൽ വേണമെങ്കിലും നമുക്ക് ഇടാം. അതിൻ്റെ ഏറ്റവും വലിയ ഗുണം എന്ന് വെച്ചാൽ നമ്മൾ ഡോർ തുറക്കുമ്പോൾ തന്നെ നമുക്ക് സീറ്റ്സ് ഓട്ടോമാറ്റിക്കലി ബാക്കിൽ പോകാനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. സോ പെട്ടെന്ന് നമുക്ക് ഇറങ്ങിപ്പോകാൻ പറ്റും. ഇത്രയേ ഉള്ളൂ ഈ ഒരു വാഹനത്തിൻ്റെ ഫ്രണ്ടിലെ മാറ്റം. ഇനി ഈ വാഹനത്തിൻ്റെ റിയറിൽ ഒരു മേജറായിട്ടുള്ള മാറ്റമുണ്ട്. അതെന്താണെന്നല്ലേ ഞാൻ കാണിച്ചു തരാം. ക്രെറ്റ EVയുടെ അകത്ത് വരുന്ന ആ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇതാണ് മാറ്റം. അതായത് ഈ ഒരു കേബിളല്ല, ഇവിടെ ആക്ച്വലി AC അഡാപ്റ്റർ പിന്ന് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതായത് ലാപ്ടോപ്പ് ചാർജ് ചെയ്യാൻ പറ്റും, കോഫി ഉണ്ടാക്കി കുടിക്കാൻ പറ്റും. ഇപ്പോൾ ഇതിന് പറയുന്ന പേരെന്താ V12, അതായത് വെഹിക്കിൾ ടു ലോഡ്. ക്രെറ്റ EVയിലെ V12 ഇൻസൈഡ് ആൻഡ് ഔട്ട്സൈഡ് ആണ്. അപ്പം ലൈക്ക് അകത്തും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും, അതുപോലെ പുറത്തുനിന്ന് നമുക്ക് പവർ ഔട്ട് എടുക്കാൻ സാധിക്കും. ഇതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു USB. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. പ്രത്യേകിച്ച് നമ്മൾ മിക്ക ആളുകളും ഇപ്പോൾ വർക്ക് ഫ്രം ഹോം പോലെ വർക്ക് ഫ്രം കാറൊക്കെ നമുക്ക് ചെയ്യാൻ സാധിക്കും. സോ ഇതാണ് ഞാൻ പറഞ്ഞ മാറ്റം. ഇതല്ലാതെ ഒരു 90% ആസ് സെയിം ആസ് ഒരു ക്രെറ്റ തന്നെയാണ്. പക്ഷേ ആ ഒരു 10% മാറ്റത്തിൽ വരുന്ന വലിയ മാറ്റം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്ലോർ ഫ്ലാറ്റ് ആണ്. പക്ഷേ ബാറ്ററി വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇതിനകത്ത് ഇരിക്കുമ്പോൾ നമ്മുടെ ഈ ഒരു ഭാഗം ഇതിൽ തട്ടുന്നില്ല. ഇത് 2 സ്റ്റെപ്പാണ്. ഇതിന് നമുക്ക് റീക്ലെയിം ചെയ്യാൻ പറ്റും. അത് ഏറ്റവും ഫസ്റ്റ് സ്റ്റെപ്പിലാണ്. ഇനി ഞാൻ ഇപ്പോൾ സെക്കൻഡ് സ്റ്റെപ്പിലിടുക. അപ്പോൾ ഈ സ്റ്റെപ്പിലിടുമ്പോൾ നമുക്ക് ചെറുതായിട്ട് അണ്ടർ ലാക്ക് ചെയ്യും. അത്രയും വലിയ ഈ റിവ്യൂവിൽ പറയുന്ന പോലത്തെ അത്ര വലിയ മാറ്റങ്ങളൊന്നുമില്ല. പക്ഷേ ചെറിയൊരു മാറ്റം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാറ്റമുണ്ട്. കപ്പ് ഹോൾഡേഴ്സ് ഉണ്ട്, അതിൽ വലിയ മാറ്റമില്ല. പിന്നെ വന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ഇതിൻ്റെ അകത്ത് വരുന്നത് ഈ ഒരു ട്രേ. അപ്പോൾ ഈ ട്രെയിനിൻ്റെ ഏറ്റവും വലിയ ഗുണം ഒരു വർക്ക് ചെയ്യും എന്നുള്ള ഗുണത്തെക്കാട്ടിലും കൂടുതൽ നമുക്ക് ഓൺ ദ വേയിൽ പടം കണ്ട് യാത്ര ചെയ്യാൻ പറ്റും. അതുപോലെ ഒരു ബോട്ടിൽ ഹോൾഡർ യൂസ് ചെയ്യാം. 3.5 കിലോ വരെ അത് സപ്പോർട്ട് ചെയ്യും. 3.5 കിലോ കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കലി വന്ന് അടയും. അപ്പോൾ പൊട്ടുന്നുള്ളൊരു പേടി വേണ്ട. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ റിയറിലെ മാറ്റം. വേറൊരു മാറ്റമില്ല. അപ്പോൾ ബോസ് മോഡ് വന്നു എന്നുള്ള കാര്യം ഞാൻ ഫ്രണ്ടിൽ പറഞ്ഞു. സോ ഇവിടെയും ആ ഒരു ട്രേ ഉണ്ട്. ഇനി നമുക്ക് നോക്കാം ഈ ഒരു വാഹനത്തിലത് വന്ന മേജറായിട്ടുള്ള മാറ്റം. ഈ വാഹനത്തിൻ്റെ ഡ്രൈവബിലിറ്റി മാറിയിട്ടുണ്ട്, സസ്പെൻഷനിലെ മാറ്റമുണ്ട്, സ്റ്റിയറിംഗ് റെസ്പോൺസിലെ മാറ്റമുണ്ട്. ഇനി ഇവർ പറയുന്ന റേഞ്ചും കൂടി ഈ ഒരു വാഹനം നൽകുന്നുണ്ടോ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് നോക്കാനുള്ളത്. അതെല്ലാം ഡ്രൈവിൽ ചെക്ക് ചെയ്യാം. അങ്ങനെ ക്രെറ്റ EV നമ്മൾ ഡ്രൈവ് ചെയ്യാണ്. അപ്പോൾ ഇന്നത്തെ ഡ്രൈവ് റിപ്പോർട്ടിനകത്ത് എന്തായാലും ക്രെറ്റ റെഗുലർ ഇടയ്ക്കിടയ്ക്ക് പോപ്പപ്പ് ചെയ്യും. കാരണം ഞാൻ ഇത്രയും ദിവസം ഓടിച്ചുകൊണ്ടിരുന്നത് ക്രെറ്റയാണ്. അപ്പോൾ അത് വെച്ചിട്ടുള്ളൊരു കമ്പാരിസൺ കൂടി നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കും. സോ ഫസ്റ്റ് ഈ വണ്ടിനകത്ത് ഇരുന്നപ്പോൾ ഈ വാഹനത്തിൻ്റെ പോസിറ്റീവിൽ ഞാൻ തുടങ്ങാം. എനിക്ക് ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ട്യൂണിങ്ങിൽ നല്ല രീതിക്കുള്ള മാറ്റം ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞ റെഗുലർ ക്രെറ്റ ഓടിച്ചു, എൻലൈൻ ഓടിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ എങ്ങനെയാ വെച്ചാൽ എൻലൈനിലേക്ക് പോകുമ്പോൾ കുറച്ച് കൂടുതൽ സ്റ്റിഫർ സൈഡിലേക്കാണ്. അതുപോലെ തന്നെ നോർമൽ ക്രെറ്റയിലേക്ക് വരുമ്പോൾ സോഫ്റ്റാണെന്ന് ചോദിച്ചാൽ സോഫ്റ്റിൻ്റെ കൂടെ തന്നെ ഇടയ്ക്കിടയ്ക്ക് ഒരു ഹാർഷ്നെസ് ഉണ്ട്. പക്ഷേ ഇതിൻ്റെ ബാലൻസിങ് പ്രോപ്പറാണ്. അല്ലെങ്കിൽ ഡാമ്പിങ്ങിലൊക്കെ മാറ്റം വരുത്തിയുകൊണ്ട് നമുക്ക് നോർമലി നമ്മൾ ഓടിച്ച ക്രെറ്റയിൽ ഇല്ലാത്തൊരു ഫീലാണ്. കാരണം പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു കോമ്പിനേഷനാണ് ഈ വാഹനത്തിൻ്റെ സസ്പെൻഷൻ ട്യൂണിങ്ങിൽ വന്നത്. അതിൻ്റെ കൂടെ തന്നെ ആഡ് ഓൺ ആവുന്നത് എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ സ്റ്റിയറിംഗ്, ബേസിക്കലി സ്റ്റിയറിംഗ് മാറിയിട്ടുണ്ട്. ഇപ്പോൾ സ്റ്റിയറിംഗ് മാറുമ്പോൾ ഈ ഒരു സ്ട്രക്ചർ മാത്രമല്ല, അത് അതിൻ്റെ അകത്തുള്ള മെക്കാനിസത്തിൽ നല്ല രീതിക്ക് മാറ്റുന്നുണ്ട്. നമുക്ക് കുറച്ചും കൂടി കണക്റ്റ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു കോമ്പിനേഷനിലേക്ക് ഈ ഒരു സസ്പെൻഷനും അതുപോലെ തന്നെ ഈ ഒരു സ്റ്റിയറിംഗ് റെസ്പോൺസിൻ്റെ കോമ്പിനേഷൻ കാരണം തന്നെ നമുക്കിത് കുറച്ചും കൂടി ഫീഡ്ബാക്ക് നല്ലപോലെ അതിലൊരു കോൺഫിഡൻസ് ജനറേറ്റ് ചെയ്യുന്നത്. അതായത് റെഗുലർ ക്രെറ്റ അല്ലെങ്കിൽ എൻലൈൻ വെച്ച് നോക്കുമ്പോൾ ഈ ഒരു വാഹനത്തിൻ്റെ ക്യാരക്ടർ കംപ്ലീറ്റ്ലി
മാറിയിട്ടുണ്ട്. അത് ഭയങ്കര ഇമ്പ്രസീവ് ആയിട്ടുള്ള സംഭവമാണ്. ഇതാണ് എനിക്ക് ഫസ്റ്റ് ഈ വാഹനത്തെക്കുറിച്ച് നിങ്ങളോട് പറയാനുള്ളത്. ഇനി ക്രെറ്റയുടെ യൂസ് ചെയ്യുന്ന 2 ബാറ്ററി പാക്കാണ്. അപ്പോൾ ഞാൻ ഓടിക്കുന്നത് ഇതിൻ്റെ വലിപ്പമേറിയ ബാറ്ററി പാക്ക് എന്ന് പറയുമ്പോൾ 51.4 kWh ബാറ്ററി പാക്ക്. ഇത് വെച്ചിട്ട് കമ്പനി പറയുന്നത് ഏകദേശം 472 കിലോമീറ്റേഴ്സ് പോകുന്നതാണ്. പക്ഷേ ഞാൻ ഈ വാഹനം ഫുൾ ചാർജ് ചെയ്ത് രാവിലെ എടുത്തപ്പോൾ 98% ഈ വാഹനം എനിക്ക് കാണിച്ചത് ഏകദേശം 417 കിലോമീറ്റേഴ്സ് പോകുന്നതാണ്. അപ്പോൾ ചെറിയ മാറ്റങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ റിയലിസ്റ്റിക് റേഞ്ച് നോക്കുകയാണെങ്കിൽ 470 പറയുമ്പോൾ നമുക്ക് ഏകദേശം ഒരു 400 കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇന്ന് മൊത്തം ഡ്രൈവ് ചെയ്തപ്പോൾ നമുക്കൊരു 350+ കിട്ടുന്നുണ്ട്. 400 എന്തായാലും കിട്ടുന്നില്ല. സോ നമ്മളതിനനുസരിച്ച് ഡ്രൈവ് ചെയ്തിട്ടില്ല. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. നമ്മൾ റെഗുലർ ഒരു വാഹനം ഓടിക്കുന്ന പോലെ ഓടിച്ചു. ഇനി ഇതല്ലാതെ ഒരു ചെറിയ ബാറ്ററി പാക്കും കൂടി അവൈലബിൾ ആണ്. അതാണ് 42 kWh. അതിൽ ഈ ഒരു വാഹനത്തിന് ഏകദേശം 390 കമ്പനി ക്ലെയിം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏകദേശം അതൊരു 250 to 300 അകത്ത് വരും. അപ്പോൾ EV ആകുമ്പോഴുള്ള ഗുണം എന്താ വെച്ചാൽ ഈ വാഹനത്തിൻ്റെ CG ബാക്കിയുള്ള ക്രെറ്റയെക്കാട്ടിലും കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. CG എന്ന് വെച്ചാൽ സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി പ്രോപ്പറാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ട്രിപ്പിൾ ഡിജിറ്റ് സ്പീഡ് ക്രൂസ് ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ നിന്ന് വാഹനം പോകുന്നൊരു ഫീലില്ല. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് ഈ വാഹനം കുറച്ചും കൂടി ഡൈനാമിക്കലി ഇഫ് കമ്പയർ ടു റെഗുലർ ക്രെറ്റ വെച്ച് നോക്കുമ്പോൾ കുറച്ചും കൂടി രസകരമായി തോന്നുന്നത്. റീജനറേഷൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ ക്രെറ്റ ഇവിടെ നമ്മൾ അയോണിക് 5 കണ്ട പോലെ തന്നെ നമുക്ക് 3 ലെവൽസ് ഓഫ് റീജൻ, അതുപോലെ തന്നെ ഒരു പെഡലിൻ്റെ ഒരു സംഭവം കൂടി വരുന്നുണ്ട്. അപ്പോൾ റീജനറേഷൻ നമ്മുടെ പാഡൽ ഷിഫ്റ്റേഴ്സിലാണ് നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുക. അപ്പോൾ V1, V2 അതുപോലെ തന്നെ V3 ഇതാണ് റീജൻ്റെ ആ ഒരു സ്വിച്ചിങ്. അത് മാത്രമല്ല നമ്മൾ ഈ പ്ലസ് ഒന്നും കൂടി ഞെക്കി പിടിച്ച് കഴിഞ്ഞാൽ ഇത് പെഡലിലേക്ക് പോകും. അപ്പോൾ ഈ ഒരു ഫീച്ചർ രസകരമായിട്ടുള്ളൊരു ഫീച്ചറാണ്. അയോണിക് 5 വന്നുകൊണ്ട് ഞാൻ ഇൻ ഡീറ്റെയിൽ ആയി പറയുന്നില്ല. അതായത് നമുക്ക് സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് ഈ ഒരു വാഹനത്തിനകത്ത് സാധിക്കും. അപ്പോൾ എല്ലാ ഓട്ടോമാറ്റിക്കും സിംഗിൾ പെഡൽ ഡ്രൈവിംഗ് അല്ലേ എന്നൊക്കെ ആയിരിക്കും നിങ്ങൾ വിചാരിക്കുക. ആണ്. ഇതിനകത്തുള്ള ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആക്സിലേറ്ററിൻ്റെ അവിടുന്ന് കാലെടുത്ത് ബ്രേക്കിൻ്റെ അവിടേക്ക് മൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതായത് ഇപ്പോൾ ഞാൻ ആക്സിലേറ്റർ കൊടുക്കുന്നു, എനിക്കിപ്പോൾ ബൈ ചാൻസ് വണ്ടി നിർത്തണമെങ്കിൽ ഞാൻ ആക്സിലേറ്ററിന് കാലെടുത്ത് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി വാഹനം സ്ലോ ആവും. അപ്പോൾ ഇതിനുള്ള ഗുണം എന്താ വെച്ചാൽ ഇതിനനുസരിച്ച് റീജൻ നല്ല രീതിക്ക് വർക്ക് ചെയ്യും. പ്രത്യേകിച്ച് നമ്മൾ ഓടിക്കുന്ന സിറ്റി കണ്ടീഷൻസിലാണെങ്കിൽ നമുക്ക് അത്രത്തോളം റീജൻ ഉണ്ട്. അപ്പോൾ അത് ആക്ച്വലി എഫക്റ്റീവായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പെഡലിൽ ഓടിക്കുന്നതും പെഡലിൽ ഓടിക്കാത്ത തമ്മിലും ഒരു 10 to 20% വ്യത്യാസമുണ്ട് ഇൻ ടേംസ് ഓഫ് റേഞ്ച്. EV ക്രെറ്റയുടെ ഡ്രൈവ് മോഡിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ റെഗുലർ ക്രെറ്റ പോലെ തന്നെയാണ് ഈക്കോ, നോർമൽ, സ്പോർട്ട്. അപ്പോൾ ഇതെല്ലാത്തിലും ഒരു 10 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. ഒരു എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈക്കോയിൽ 376 ആണെങ്കിൽ അത് നോർമൽ വരുമ്പോൾ 365, അതുപോലെ തന്നെ ഏകദേശം സ്പോർട്ടിൽ വരുമ്പോൾ 384 കുറയുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് ഈ ഒരു വാഹനം ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താ വെച്ചാൽ ഇപ്പോൾ ആൾക്കാർ EV എടുക്കാൻ ആക്ച്വലി ഒരു ചെറിയൊരു ഭയം ഉണ്ടാകത്ത്. റീസൺ വേറെ ഒന്നുമില്ല, ഗ്ലിച്ചസ് സംഭവിക്കും. അപ്പോൾ നമ്മളിപ്പോൾ കാണുന്ന മിക്ക വാഹനങ്ങൾ എന്താ വെച്ചാൽ വണ്ടി ഓഫായി പോവുക, ലിംപ് മോഡിലേക്ക് പോവുക, എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നിട്ട് വണ്ടി ഇടിച്ചു കഴിഞ്ഞാൽ പിന്നെ സ്റ്റാർട്ട് ആവാതിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് നമ്മൾ ഗ്ലിച്ചസ് എന്ന് പറയുക. ആ ഒരു ഗ്ലിച്ചസിൻ്റെ കാറ്റഗറി ഈ ഒരു വാഹനത്തിനകത്ത് വളരെയേറെ കുറവാണ്. ആദ്യത്തെ കേസ് ഇതൊരു പ്രൂവൺ ടെക്നോളജിയാണ്. നമ്മൾ കോണയിൽ കണ്ട സെയിം ടെക്നോളജിയാണ് അവർ യൂസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കോണയിലെ പ്രശ്നം എന്താ വെച്ചാൽ ആദ്യം പ്രൈസ് ചെയ്യായിരുന്നു, രണ്ടാമത്തെ കേസ് സ്പേസ് ഇഷ്യൂസൊക്കെ കാരണം അത് അത്രത്തോളം ഹിറ്റായില്ല. പക്ഷേ റിലയബിലിറ്റിയുടെ കേസിൽ കോണയിൽ അങ്ങനെ വലിയ ഇഷ്യൂസ് ആരും പറയാറില്ല. സോ ആ ഒരു റിലയബിലിറ്റി ഈ ഒരു വാഹനത്തിനകത്ത് വന്ന്. സോ ക്രെറ്റ എന്തുകൊണ്ട് എടുക്കണം എന്നൊക്കെ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ഒരു ഫാക്ടർ റിലയബിലിറ്റിക്ക് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഇത് വൺ ഓഫ് ദ മോസ്റ്റ് റിലയബിൾ EV ആണ് ഫ്രം ദ ബ്രാൻഡ് ഹ്യുണ്ടായി/ക്രെറ്റ. അപ്പോൾ ഇത്രയും പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോൾ ക്രെറ്റ EVയുടെ എനിക്ക് തോന്നിയ ഒരു 3 നെഗറ്റീവ് പോയിൻറ്റ്സ്. ഫസ്റ്റ് വന്നിട്ട് എന്താ വെച്ചാൽ അപ്പോൾ ഞാൻ ഓടിക്കുന്ന ഒരു 40 കിലോമീറ്റർ സ്പീഡിലാണ്. അപ്പോൾ ഈ വാഹനത്തിൻ്റെ NVH ലെവൽസിൻ്റെ അകത്ത് ബേസിക്കലി EV ആണ്. സോ അധികം നോയ്സ് വൈബ്രേഷൻ ഒന്നും ഇല്ലെങ്കിൽ പോലും നമുക്ക് പുറത്തത്തെ ശബ്ദങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ ടയർ നോയ്സ്, തൊട്ടടുത്ത് കൂടി പോകുന്ന ഏത് വണ്ടിയാണെങ്കിലും, ഇപ്പോൾ ബൈക്കൊക്കെ പോകുമ്പോൾ പ്രശ്നമില്ല, പക്ഷേ ഫ്രണ്ടിലൊരു ആപ്പയൊക്കെയാണ് നമ്മൾ ക്രോസ് ചെയ്യണമെങ്കിൽ ആ ഒരു ശബ്ദമൊക്കെ കൃത്യമായിട്ട് അകത്ത് കേൾക്കും. അപ്പോൾ അതിൽ കുറച്ചും കൂടി ഒരു ഡാമ്പിങ് നടത്താമായിരുന്നു. ഇനി എർഗണോമിക്സിന് ഇഷ്യൂ എന്ന് പറയാം നമുക്ക് വേണമെങ്കിൽ. ഞാൻ സീറ്റ് ബെൽറ്റ് ഇവിടെ ഒരു ഗുണം എന്താ വെച്ചാൽ നമുക്ക് ആക്ച്വലി ഇതിന് ഹൈറ്റ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. പക്ഷേ ആ ഒരു സീറ്റ് ബെൽറ്റ് ഇടുമ്പോൾ ഈ ഒരു ഭാഗത്തിന് വീതി കൂടിയ കാരണം എൻ്റെ കൈയിൻ്റെ പ്രശ്നമല്ല, ആക്ച്വലി അവിടെ ഒരു ചെറിയൊരു ഡിസാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ ഈ ഒരു വാഹനത്തിൻ്റെ ഡ്രൈവ് സെലക്ടറിൻ്റെ പൊസിഷൻ, അപ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഇത് കാരണം അത് ഇടാതെ പറ്റും, അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ നമുക്ക് ഇപ്പോൾ ഇൻഡിക്കേറ്റർ ഇടുമ്പോഴും ബാക്കിയുള്ള കാര്യങ്ങളും ഇവിടെ ഒരു സാധനം ഉള്ളതിൻ്റെ ഒരു ഇതുണ്ട്. ഓബ്വിയസ്ലി നിങ്ങൾ ഓടിച്ചത് സെറ്റാവും, ഇല്ല ഞാൻ പറയുന്നില്ല. പക്ഷേ ഇനീഷ്യൽ സ്റ്റേജസിൽ ഞാൻ വണ്ടി ഓടിക്കുമ്പോൾ ഈ ഒരു 3 കാര്യങ്ങൾ എനിക്ക് ഈ ഒരു വാഹനത്തിൽ നെഗറ്റീവായിട്ട് ഫീൽ ചെയ്തു. അപ്പോൾ ഇത്രയും ഫീച്ചേഴ്സിൻ്റെ കൂടെ ക്രെറ്റ N-Line അതുപോലെ റെഗുലർ ക്രെറ്റയിൽ കിട്ടുന്ന എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡിങ് എഡാസ് ലെവൽ 2 വരെ നമുക്ക് ക്രെറ്റ EVയിൽ ലഭിക്കും. ക്രെറ്റ ഇലക്ട്രിക്കിന് നമ്മൾ സൗണ്ട് ട്യൂൺ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ മിക്ക ആൾക്കും ഇഷ്ടപ്പെട്ട ഒരു സെഗ്മെൻറ്റാണ്. സോ ലെറ്റ് സൗണ്ട് ട്യൂൺ. അപ്പോൾ ഈ ഒരു സൗണ്ട് ട്യൂണിങ് നിങ്ങൾക്ക് ക്രെറ്റയുടെ N-Lineലും അതുപോലെ ക്രെറ്റയുടെ റെഗുലർ പെട്രോൾ ഡീസൽ വേർഷൻസിനകത്ത് യൂസ് ചെയ്യാൻ സാധിക്കും. അപ്പോൾ എങ്ങനെയാണ് ചെയ്യുക? ഭയങ്കര സിമ്പിളാണ്. ആദ്യം സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുക. സെറ്റപ്പ് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്കിവിടെ സൗണ്ട് വരും. സൗണ്ട് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ ഫസ്റ്റ് പ്രീമിയം സൗണ്ടാണ്. ഡൈനാമിക് സ്പീഡ് കോമ്പൻസേഷൻ ഓൺ ചെയ്യുക, വോള്യൂം ലിമിറ്റേഷൻ ഓൺ സ്റ്റാർട്ടപ്പ് വേണമെങ്കിൽ ഓൺ ചെയ്യാം. അതായത് വണ്ടി ഓണാകുമ്പോൾ വോള്യൂം കുറയും, അത്രേ ഉള്ളൂ. പൊസിഷൻ എടുക്കുക. ഇപ്പോൾ ഈ വാഹനം ഒരു ചെറിയൊരു വാഹനമാണ്. അപ്പോൾ സെൻറ്ററിൽ നിന്ന് ഒരൊറ്റ പോയിൻറ്റ് ബാക്കിലേക്ക് വയ്ക്കുക. അപ്പോൾ R1 ഈക്വലൈസേഷൻ. അപ്പോൾ ട്രബിൾ +8ഉം അതുപോലെ തന്നെ മിഡ് റേഞ്ച് +1ഉം അതുപോലെ ബേസ് +7 വെക്കുക. അപ്പോൾ ഇതാണ് ഈ ഒരു വാഹനത്തിനകത്ത് വെച്ചപ്പോൾ എനിക്ക് ഓക്കെ വാവ് എന്ന് തോന്നിയൊരു സംഭവം. അപ്പോൾ ഈ ഒരു സെറ്റിങ്സ് വെക്കുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് വെക്കുക. അതിനുശേഷം നിങ്ങൾക്ക് ആ ഒരു മാറ്റം ഫീൽ ചെയ്യണമെങ്കിൽ ഉറപ്പായിട്ടും താഴെ കോമെൻറ്റ് ചെയ്യാൻ മറക്കരുത്. ക്രെറ്റ EVയുടെ വേർഡിക്ട് ടൈമാണ്. അപ്പോൾ ഈ ഒരു വാഹനം ഞാൻ സ്ഥിരമായി ഓടിച്ചുകൊണ്ടിരിക്കുന്ന വാഹനമാണ്. ഇത് ഞാൻ ഇന്ന് ഓടിച്ചപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യം എന്താ വെച്ചാൽ, ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഈ ഒരു വാഹനത്തിനകത്ത് ഡൈനാമിക്സ് നല്ല രീതിക്ക് ഇമ്പ്രൂവ്മെൻ്റ് ആയിട്ടുണ്ട്, ഹാൻഡ്ലിംഗ് മാറിയിട്ടുണ്ട്, സസ്പെൻഷൻ ട്യൂണിങ്ങിലെ മാറ്റം കൃത്യമായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും, സ്റ്റിയറിംഗ് റെസ്പോൺസ് കുറച്ചും കൂടി ബെറ്ററാണ്. ഇൻറ്റീരിയറിലെ ഡിസൈനിലെ ചെറിയ ഡിസൈൻ ആണെങ്കിൽ പോലും അത് കുറച്ചും കൂടി മോഡേൺ ആയിട്ട് ഫീൽ ചെയ്തു. ഇനി ഇത് മാത്രമല്ല, ഇനി പ്രൈസിങ് നോക്കുകയാണെങ്കിൽ ഇതിൻ്റെ ടോപ്പ് ആൻഡ് വേരിയൻ്റെ പ്രൈസ് ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഏകദേശം സിമിലറാണ്. അപ്പോൾ എനിക്ക് പറയാനുള്ള ഭയങ്കര സിമ്പിളായിട്ടുള്ള വേർഡിക്റ്റാണ്. അതായത് നിങ്ങൾ ഒരു EV ആണ് നോക്കുകയാണെങ്കിൽ ഞാൻ ഉറപ്പായിട്ടും സജസ്റ്റ് ചെയ്യുന്നൊരു വാഹനമാണ് ക്രെറ്റ EV ഇൻ ടേംസ് ഓഫ് റിലയബിലിറ്റി. അപ്പോൾ നമ്മൾ ഈ വാഹനത്തിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, ക്രെറ്റ എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു ബാഡ്ജിൻ്റെ അർത്ഥം റിലയബിലിറ്റിയാണ്. ആ ഒരു സംഭവം കൃത്യമായിട്ട് ക്രെറ്റയ്ക്ക് EVയിൽ കൊടുക്കാൻ സാധിച്ചിട്ടുണ്ട്. സോ ഇതായിരുന്നു ഈ വാഹനത്തിൻ്റെ പ്രോപ്പറായിട്ടുള്ള റിവ്യൂ. സോ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഓൾ തിങ്സ് ഓട്ടോ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യാതെ മാത്രമല്ല, നമ്മൾ ഇൻസ്റ്റാഗ്രാമിലുണ്ട് ഓൾ തിങ്സ് ഓട്ടോ ഒഫീഷ്യൽ, അവിടെ നമ്മൾ ഫോളോ ചെയ്യാൻ മറക്കരുത്.